വേദിയിലിരിക്കുന്ന നാട്ടുകാരെ, എം പിയെ സ്മരിക്കുക എന്നതിനാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. എം പിയെ കേരളത്തിലെ എല്ലാവരും അറിയും. കാരണം അദ്ദേഹം ഒരു സിനിമ മേഖലയിൽ ഒരു പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹം എഴുത്തുകാരൻ മാത്രമായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അറിയുമായിരുന്നു. വളരെയേറെ പ്രതിഭയുള്ള ഒരു വ്യക്തിയായിരുന്നു എം പി. അതുകൊണ്ട് തന്നെയാണ് വളരെ കുട്ടിക്കാലത്ത് സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നിട്ട് പോലും പഴയ കാലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അറിയാം, പഠിക്കാൻ പോകുന്നുവെങ്കിൽ പഠിക്കേണ്ട പുസ്തകങ്ങൾ മാത്രം കൈകൊണ്ട് തൊടാനേ കുട്ടികൾക്ക് അവകാശം. മറ്റേതെങ്കിലും പുസ്തകം കൈകൊണ്ടാൽ അടിയും. അപ്പം എം പിയും അങ്ങനെ തന്നെയായിരുന്നു. കുട്ടിക്കാലത്ത് പലതും എഴുതുമ്പോൾ അതെല്ലാം പഠിക്കാനിരിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് എഴുതുന്നതാണെങ്കിൽ മണ്ണവിളക്കാണെന്ന് കരണ്ടൊന്നുമില്ല. മണ്ണവിളക്കിൽ ഇരുന്ന് പുസ്തകം എഴുതുന്നവർക്ക് വെച്ച് എഴുതുക വായിക്കുകയും ചെയ്യുമ്പോൾ അധികം മറ്റു പുസ്തകമാണ് വായിക്കുന്നത് എന്നോ അതിനൊരു കഥ എഴുതുക എന്നോ ആരും തിരിച്ചറിയാറില്ല. അദ്ദേഹം ആരോടും പറയാറുമില്ല. പലപ്പോഴും അദ്ദേഹം ജീവിച്ച തറവാട് എന്ന് പറയുന്നത് പഴയകാല ഫ്യൂഡൽ കുടുംബമാണ്. പറഞ്ഞാൽ പഴയ തറവാടാണ്. മരുമക്കത്തായ തറവാടുകളെ കുറിച്ച് നമുക്ക് ചാനകാലത്തിൽ പക്ഷേ കാര്യം അറിയണമെന്നില്ല. അമ്മാവന്മാർ ഭരണം നടത്തുന്ന വീടുകളാണ് പറഞ്ഞാൽ എം പിയുടെ അമ്മാവന്മാരാണ് അവരെ നിയന്ത്രിക്കുന്നത്. എം പിയുടെ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വർഷത്തിൽ ഒരിക്കൽ മാത്രം വിരുന്നെത്തുന്ന ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹം ശ്രീലങ്കയിൽ ജോലിക്കാരനായിരുന്നു. ശ്രീലങ്കയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. എല്ലാ വർഷവും കൃത്യമായി കൊടുക്കുകയും അതുപോലെ തന്നെ വീട്ടിലേക്ക് വേണ്ട സാമ്പത്തികങ്ങൾ അതും പലപ്പോഴും വരാറില്ല, വായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി മാത്രമായിരുന്നു അച്ഛൻ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിന് ഇദ്ദേഹം ഒരു പ്രതിഭയായിരുന്നു എന്ന് പറയാൻ കാരണം വളരെ കുട്ടിയായിരുന്നപ്പോൾ സ്കൂൾ പഠനകാലത്ത് തന്നെ അദ്ദേഹം കഥ എഴുതിയിരുന്നു. പിന്നീട് അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് കടന്നപ്പോൾ അപ്പോഴാണ് വിക്ടോറിയ കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കഥകളുടെ ഒരു സമാഹാരം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അവിടെ നിന്ന് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പിന്നീട് തൊഴിലിലേക്ക് പോവുകയാണ്. കാരണം ആദ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ അമ്മാവന്മാർ കൃത്യമായി അദ്ദേഹത്തെ ശ്രദ്ധിക്കുമായിരുന്നില്ല, സഹായിക്കുമായിരുന്നില്ല. ആളുടെ അമ്മയോട് പറഞ്ഞ പെങ്ങളോട് ആങ്ങളമാർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു അകൽച്ച മാറ്റി നിർത്തപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. മാത്രമല്ല അവരുടെ ഭർത്താവായിട്ടുള്ള സ്ത്രീകളെ വ്യക്തമായി പൈസ അയച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ വളരെ അവഗണന അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എം പിയുടെ അമ്മ. ആ അവഗണന ഇവരുടെ മക്കളും എം പിയും അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞതും താരൂർ കോളേജുകളിലേക്ക് പോയി. പിന്നെ അവർ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാമസ്വരം ജോലി കിട്ടി. അത് വേണ്ടതെന്ന് വെച്ച് വീണ്ടും താരൂർ കോളേജുകളിൽ വർക്ക് ചെയ്തു. പിന്നെ സ്കൂളുകളിൽ അധ്യാപകനായിട്ട് താൽക്കാലികമായിട്ട് ജോലിയൊക്കെ പോയി. പക്ഷെ അവിടെ നിന്നൊക്കെ തന്നെ മാതൃഭൂമിയിൽ സബ് എഡിറ്ററായിട്ട് ജോലി കിട്ടിയതോടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരുവിധം താളം കണ്ടെത്തുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ കൂടുതൽ ഉണ്ടാവുന്നത്. ആദ്യം എഴുതിയ നോവൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കുറിച്ചുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തറവാട് അത് നേരത്തെ അവിടെ സംസാരിച്ചു പറഞ്ഞു. സ്വാഗത പ്രസംഗം പറയുകയുണ്ടായി. അച്യുതമേനോൻ വായിച്ചിട്ട് അദ്ദേഹത്തെ അഭിനന്ദിച്ച കാര്യം. യഥാർത്ഥത്തിൽ അന്ന് കേരള സമൂഹത്തിൽ ഫ്യൂഡലിസം ജന്മിത്വം തകർന്നുകൊണ്ടിരിക്കുകയും പുതിയ സംവിധാനം വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമായിരുന്നു. ആ അവസ്ഥ എം പിയുടെ കുടുംബത്തിലുണ്ടായി. കാരണം ഒരു ഫ്യൂഡൽ സെറ്റപ്പ് നിലനിൽക്കുന്നത് അതിൻ്റെ അധികാര ശക്തി കൊണ്ടാണ്. കുടുംബക്കാരനവർ കാണിക്കുന്ന അധികാര ശക്തിയാണ് യഥാർത്ഥത്തിൽ ആ കുടുംബത്തെ നിലനിർത്തുന്നത്. അയാൾ ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ വ്യക്തികളും എല്ലാവരും അതൃപ്തരായിരിക്കും. അത്തരമൊരു സിറ്റുവേഷനിൽ എല്ലാ അംഗങ്ങളും കുടുംബത്തിലെ അംഗങ്ങളും അതൃപ്തരാണ്, അസംതൃപ്തരാണ്. കൃത്യമായി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അവരെല്ലാം തന്നെ ഇദ്ദേഹത്തിനെതിരെ വരികയും ഈ ഒരു സാഹചര്യം കേരളത്തിലുടനീളം പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എം പിയുടെ കുടുംബത്തിൽ എം പിയുടെ കാര്യത്തിൽ വരുന്നത്. അദ്ദേഹത്തിന് എഴുതാൻ അദ്ദേഹം പുറത്ത് അന്വേഷിച്ചു പോകുന്നില്ല. അദ്ദേഹം സ്വന്തം ജീവിതത്തിലേക്ക് തന്നെയാണ് നോക്കുന്നത്, സ്വന്തം കുടുംബത്തിലേക്കാണ് നോക്കുന്നത്. സ്വന്തം കുടുംബത്തിലെ കഥാപാത്രങ്ങൾ, സ്വന്തം നാട്ടിലെ കഥാപാത്രങ്ങൾ അത് തന്നെയാണ് എടുത്തത്.
അവരെ സ്വന്തം കുടുംബത്തിന്റെ തകർച്ച, സ്വന്തം തറവാടിന്റെ തകർച്ച കണ്ടുകൊണ്ട് ആ തകർച്ചയെ ചിത്രീകരിച്ചുകൊണ്ട് ഈ സമൂഹത്തിന്റെ മൊത്തം അവസ്ഥയെ പ്രകടമാക്കിക്കൊണ്ട് അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിന്റെ ആദ്യ നോവലാണ് നാലുകെട്ട് എന്ന് പറയുന്നത്. ആ നാലുകെട്ടിന് തന്നെ സാഹിത്യ അക്കാദമി അവാർഡും കിട്ടിയാണ്. അത് ഏതൊരെഴുത്തുകാരനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തെ നോവലിൽ തന്നെ അതിന് അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയൊരു പ്രചോദനം കൂടിയാണ്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ ഞാൻ കുറിച്ച് നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കഥാപാത്രം മുഴുവൻ നാട്ടിലെ കഥാപാത്രങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഇരുട്ടിന്റെ ആത്മാവ് എന്ന കഥ അതിൽ നമുക്ക് സിനിമയിൽ വന്നപ്പോൾ പ്രാൻ നസീറാണ് ഭ്രാന്തൻ വേലായുധനെ അവതരിപ്പിച്ചത്. ഈ ഭ്രാന്തൻ വേലായുധൻ അവിടെ നിന്ന് ജീവിച്ചിരുന്ന ഒരു ഭ്രാന്ത് പിടിച്ച ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഒരു എഴുത്തുകാരന്റെ കയ്യിൽ കഥാപാത്രത്തെ കിട്ടുമ്പോൾ അയാൾ അതിൽ ആവശ്യമില്ലാത്ത ഘടകങ്ങളെല്ലാം ചെത്തി മാറ്റിക്കൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്ന ഒരു ആശയം പ്രകടമാക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ പലരും ചേർക്കുകയും അതിന് ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ശില്പമാണ് ഈ കഥ എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തെ നേരെ പകർത്തിക്കുന്ന ഒരിക്കലൊരു കഥയല്ല. ആ ജീവിതത്തെ എടുക്കുകയും അതിൽ ആവശ്യമുള്ളവയെ ഉപയോഗിച്ച് ആവശ്യമില്ലാത്ത ഘടകത്തെ മാറ്റി പുതിയത് ചേർത്ത് അതിനെ മറ്റൊരു ഭാവുകത്വത്തിലേക്ക് വായനക്കാരന്റെ മനസ്സിൽ തുറന്നു കയറുന്ന മറ്റൊരു അനുഭവമാക്കി മാറ്റുമ്പോഴാണ് അത് വലിയ സൃഷ്ടിയായി മാറുന്നത്. അവിടെയാണ് എം.ടിയുടെ വിരുദ്ധം. പ്രത്യേകിച്ച് നിർമ്മാല്യം പോലുള്ള ഒരു സിനിമയെ കുറിച്ച് പറയാൻ, സിനിമയല്ല കഥയാണ്, അത് സിനിമയാവുകയാണ്. അതിന് പൂജാരിയെ കുറിച്ച് പറയുമ്പോൾ അത് തന്നെയാണ് അവസ്ഥ. കാരണം നാട്ടിൽ അമ്പലത്തിൽ പൂജയ്ക്ക് വരുന്ന പൂജാരിക്ക് കൈ നിറച്ച് പൈസ കിട്ടുന്നുണ്ട്. അയാൾ ധനികനായി ഒരു ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വന്നിട്ട് അയാൾ വളരെ ധനികനായി വീട് വാങ്ങുന്നു, പറമ്പ് വാങ്ങുന്നൊക്കെ ചെയ്യുന്നു. പക്ഷെ അവിടെ നിരന്തരം ഭഗവതിക്ക് വേണ്ടി തുള്ളിക്കൊണ്ടിരുന്ന വാമനത്തിന് പഴയ അതേ അവസ്ഥ തന്നെയാണ് മാറി വന്ന അതേ കാലത്തും ഉള്ളത്. അയാൾക്ക് വരുമാനമില്ല, നാട്ടുകാർ കാര്യമായി അയാളെ പരിഗണിക്കുന്നില്ല. എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും ഓടിയെത്തുന്നത് അയാളുടെ അടുത്താണ്. ഒരു പൂജ നടത്തണമെങ്കിൽ, ഒരു പറ വയ്ക്കണമെങ്കിൽ എല്ലാത്തിനും അയാൾ വേണം. പക്ഷെ അയാളെ മറ്റു കാര്യങ്ങളായിട്ട് ഒഴിവാക്കില്ല. അതേസമയം പൂജയ്ക്ക് കൈ നിറച്ച് പൈസ കൊടുക്കുകയും ചെയ്യും. ഇതായിരുന്നു അവരുടെ അവസ്ഥ. ഈ അവസ്ഥയിൽ ഈ വ്യക്തി അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക തകർച്ച അനുഭവിച്ചുകൊണ്ട് അതാണ് എം.ടിയുടെ കൊണ്ടുവരുന്നത്. അയാൾ അങ്ങനൊരാളെ അവിടെ താമസിച്ചിരിക്കാം, ജീവിച്ചിരിക്കാം, കഷ്ടപ്പാടുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ അത് കൂടുതൽ തീവ്രമാക്കുന്നത് എന്തുകൊണ്ടാണ്? ആ വ്യക്തി അയാളുടെ കുടുംബം തകരുന്നത് നേരിട്ട് അനുഭവിക്കുകയാണ്. അതേസമയം അയാൾ ഭഗവതിക്ക് വേണ്ടി സേവ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭഗവതി എല്ലാ നാട്ടുകാരെയും നാടിനെയും ഒക്കെ സഹായിക്കുന്ന ഭഗവതി എന്തുകൊണ്ട് ഭഗവതിക്ക് വേണ്ടി സേവ ചെയ്യുന്ന തന്നെ സഹായിക്കുന്നില്ല എന്നൊരു ചോദ്യമാണ് അവിടെ എം.ടി ഉയർത്തുന്നത്. അവസാനം ഗതികെട്ട് ആ പ്രതിമയെ, ആ വിഗ്രഹത്തെ, ദേവിയെ താർക്കിച്ചു തുപ്പിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥയാണ് കഥാപാത്രം. സിനിമയിലേക്ക് തലത്തിൽ ഷാവുകയാണ് ഈ ഒരവസ്ഥ. അപ്പോൾ കാണുന്ന വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ഗതികേട് കൊണ്ട് അയാൾ സ്വയം ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്ന ആ ഗതികേട് ആ കാണുന്ന സിനിമ കാണുന്ന കഥ വായിക്കുന്ന ആളുടെ മനസ്സിലേക്ക് എന്തായാലും തുറന്നു കയറുന്നു. ആ നിലനിൽക്കുന്ന ആ സാമൂഹിക സാഹചര്യം ഓരോരുത്തരിലേക്കും അറിയാതെ പടർന്നു കയറുന്നു. ഇത് തന്നെയാണ് ഒരു എഴുത്തുകാരൻ എഴുത്തിലൂടെ ചെയ്യുന്നത്. സാമൂഹിക പരിഷ്കാരങ്ങൾ, സാമൂഹിക നവോത്ഥാനങ്ങൾ കൊണ്ടുവരിക ഒരു എഴുത്തുകാരൻ്റെ ഉത്തരവാദിത്തമാണ്. എം.ടിയുടെ മറ്റൊരു കാര്യം പറയുന്നത് എം.ടിയുടെ ഭാഷ വളരെ ലളിതമാണ്. പക്ഷെ കുറുക്കിക്കൊള്ളുന്ന കാവ്യ സ്വഭാവമുള്ള ഒരു കവിത പോലെ വായിച്ചെടുക്കാവുന്ന അദ്ദേഹത്തിന്റെ ഭാഷ. ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ സാഹിത്യ മേഖലയുടെ വളർച്ചയുടെ ഒരു പ്രധാന കാരണം. അതുപോലെ സിനിമാ മേഖലയിലാണെങ്കിൽ ഏറ്റവും നല്ല തിരക്കഥകൾ എം.ടി എഴുതാൻ തുടങ്ങിയപ്പോഴാണ്. എം.ടിയുടെ ഈ പ്രതിഭ ഉള്ളതുകൊണ്ട് തന്നെയാണ് എം.ടിയുടെ തിരക്കഥകൾ ഒരു പ്രത്യേക കാണുന്നത്. എം.ടിയുടെ തിരക്കഥയാണെങ്കിൽ സംവിധായകന്മാർക്ക് പടം പിടിക്കാൻ സുഖമാണ്. കാരണം വളരെ വിശദമായി വ്യക്തമായി അതിലെല്ലാം ചിത്രീകരിച്ചിട്ടുണ്ടാവും. ഇല്ലാതെ അതനുസരിച്ച് ഡയറക്ടർക്ക് പ്രവർത്തിച്ചാൽ മാത്രം മതി. അത്രയും ലളിതമാക്കി, അത്രയും അതിനെ കാച്ചിക്കുടുക്കി കുറുക്കിക്കൊള്ളുന്ന ഡയലോഗുകൾ ഇട്ട് അല്ലെങ്കിൽ അത്രയും സംഭാഷണങ്ങൾ കൊണ്ടുവന്ന് അതിനെ കൂടുതൽ വെടിവെച്ചതാക്കി തീർക്കുന്നു എന്നുള്ളതാണ് എം.ടിയുടെ പ്രത്യേകത. അതുപോലെ തന്നെ നിലവിലുള്ള നാട്ടിലെ കഥാപാത്രങ്ങളും വീട്ടിലെ കഥാപാത്രങ്ങളൊക്കെയാണ് ഇതിന്റെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. അതേസമയം തന്നെ പിന്നീട് സാമൂഹിക വിമർശനത്തിന് വേണ്ടിയും അദ്ദേഹം പല ശ്രമങ്ങളും സാഹിത്യത്തിൽ നടത്തിയിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഒരു വടക്കൻ വീരഗാഥ സിനിമയിൽ, ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമകൾ കണ്ടോ. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള അറിഞ്ഞ് വായിച്ചു ഇറങ്ങിയിട്ടുള്ള ചന്തു ചതിയനാണ്. ആർക്കും ഇഷ്ടമില്ലാത്ത കഥാപാത്രമാണ്.
പക്ഷേ ഇദ്ദേഹത്തിന്റെ കയ്യിലൂടെ ഒരു സിനിമയായി വന്നപ്പോൾ ആ കഥാപാത്രം വളരെ നല്ലവരും എല്ലാവർക്കും ഒരു വിഷമം തോന്നുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയുക ദയാവായ്പ തോന്നുന്ന അവസ്ഥയിലേക്ക് കഥാപാത്രത്തെ കൊണ്ട് എത്തിച്ചത് അത് MP-യുടെ എഴുത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഭീമന്റെ കഥ. മഹാഭാരത കഥയാണ്. നമുക്കറിയാം ഭീമൻ രണ്ടാമനാണ്, ശക്തനാണ്, ഇതാണ്. പക്ഷെ ഭീമനെ ഒരു മനുഷ്യനാക്കി കണ്ടുകൊണ്ട് അവന്റെ രണ്ടാമനാണല്ലോ, ആ രണ്ടാം മൂലം എങ്ങനെയൊക്കെ മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യുന്നു, അവരെ എങ്ങനെയൊക്കെ പല കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നു, അവന്റെ ശക്തിയെ മാത്രം ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നത് അവിടെ വളരെ വ്യക്തമാണ്. ഇവിടെ രാഷ്ട്രീയക്കാർ ചെയ്യുന്നു, പല രാഷ്ട്രീയക്കാരും ചെയ്യുന്നു, അങ്ങനെ തന്നെയാണ്. പല ആളുകളെയും നമ്മൾ ഉപയോഗിക്കും. പക്ഷെ അവന് ആ വേണ്ട കാര്യങ്ങളിൽ ചിലപ്പോൾ അവനെ അടുപ്പിക്കണമെന്നില്ല, പക്ഷെ ഉപയോഗിക്കും. ഇത് പല ആളുകളും ചെയ്യുന്നതാണ്. ഇതിലാണ് ആ പുസ്തകത്തിലൂടെ വ്യക്തി ശരിക്കും പറഞ്ഞാൽ നമ്മളോട് പറയുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ ആക്റ്റീവ് വായിക്കുമ്പോൾ അതിന്റെ കഥ മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം, സാമൂഹിക പശ്ചാത്തലം, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ എഴുത്ത് ഒരു വിപ്ലവമായിരുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. അത് ഓരോ കഥകളും, അല്ലെങ്കിൽ ഓരോ നോവലുകളും, ഓരോ സിനിമകളും എല്ലാം അദ്ദേഹത്തെ ആ രീതിയിൽ പ്രമുഖനാക്കിയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു സ്വഭാവം, മറ്റുള്ളവർക്ക് ഇദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ കാണാൻ പേടിയാണ്. റൂമിലേക്ക് കടന്നു വരുമ്പോൾ അയാളോട് സംസാരിക്കാൻ ഭയമാണ്. കാരണം ആളുകൾ ആരോടും മിണ്ടില്ല, ഒരേ ഒരു വിരിപ്പാണ്, വെറുതെ ഇരിക്കുള്ളൂ, ഒന്നും മിണ്ടില്ല. ഒന്നോ രണ്ടോ വാക്കാണ് ആകെ പറയുക. പക്ഷെ യഥാർത്ഥത്തിൽ അദ്ദേഹം അങ്ങനെ പറയുന്നത്, അങ്ങനെ ആയിപ്പോയിട്ടുള്ളത് അദ്ദേഹം ഒരു മുരടനായതുകൊണ്ടോ മറ്റുള്ളവർ സ്നേഹിക്കാത്തതുകൊണ്ടോ ഒന്നുമല്ല. വളരെ നല്ല വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം കുട്ടിക്കാലത്ത് അനുഭവിച്ച തീവ്രമായ നിഷേധങ്ങൾ അല്ലെങ്കിൽ അവഗണനകൾ, അതിലൊക്കെ മനസ്സ് നൊന്ത് ആ ഒതുങ്ങിപ്പോയ ഒരു പ്രാകൃതമായിരുന്നു അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം. ആ ഒതുങ്ങിപ്പോയതിൽ നിന്ന് അദ്ദേഹം അങ്ങനെ രൂപപ്പെട്ടു വന്ന അദ്ദേഹത്തിന്റെ ക്യാരക്ടറായിരിക്കാം ഒരു പക്ഷെ ഇങ്ങനത്തെ ഒരു മനോഭാവം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു അയാൾ ഭയങ്കര സീരിയസ് ആണ്, മുരടനാണ്, അത് നമുക്ക് സംസാരിക്കാൻ പറ്റിയ പേടിയാവുന്ന അവസ്ഥ. കാരണം ഉള്ളത് വെട്ടിത്തോന്ന് പറയുന്നു, ആരോടും മറ്റുള്ളവരെ കുറിച്ച് അല്ലെങ്കിൽ കൂടുതൽ ആരും പുലർത്തേണ്ട ആവശ്യമില്ല, ആരും വലിയ ആളാക്കി പറയേണ്ട ആവശ്യമില്ല, ആരും നമ്മുടെ അങ്ങനത്തെ ഒരു ആവശ്യം ആൾക്കില്ല. ആൾക്ക് പറയാനുള്ളത് ആൾ പറയുന്നു, അതിൽ കേൾക്കേണ്ടവർക്ക് കേൾക്കാം, എല്ലാവർക്കും പോവാം. അല്ലെങ്കിൽ അതാണ് ആളുടെ നിലപാടിൽ എപ്പോഴും ഉറച്ചു നിൽക്കുന്നു. നിലപാടുള്ള ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ പ്രീണിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവരുടെ നിലപാടുകൾ തന്നെയാണ് ആ വ്യക്തിയായിട്ട് മാറുന്നത്. അദ്ദേഹം പറയേണ്ടായിട്ട് ആരോ ചോദിച്ചപ്പോ നിങ്ങളുടെ ആത്മാർത്ഥത കിട്ടുന്നില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുതി വെച്ച കഥാപാത്രങ്ങളിലൂടെ നിങ്ങൾ എന്നെ കാണുന്നുണ്ട്, പിന്നെ ഞാനിതിന് ആത്മാർത്ഥത എഴുതണം. അത് അദ്ദേഹത്താവുന്ന പറഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ ഓരോ കഥയും അതിൽ ഓരോ കഥാപാത്രങ്ങളിലും അതിൽ അദ്ദേഹവും ഉണ്ട്. അദ്ദേഹം അനുഭവിച്ച നെടുവീർപ്പുകൾ, അദ്ദേഹം അനുഭവിച്ച ഈ പറഞ്ഞ അലോസരതകളെല്ലാം ആ കഥാപാത്രത്തിലൂടെ കണ്ടുവരുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് വേറെ ഒരു ആത്മകഥ എഴുതേണ്ട ആവശ്യമില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാടായിരുന്നു. അദ്ദേഹം ഇന്ന് നമുക്ക് ഇനിയും അദ്ദേഹം നിർത്തി എന്ന് പറയാൻ പറ്റുമായിരുന്നില്ല. അദ്ദേഹം ഇപ്പോഴും ബാക്കി വെച്ച് പോയിട്ടുണ്ട് പലതും. അദ്ദേഹം എഴുതി വന്ന സംഗതികൾക്ക് ഇടവേളകൾ ഉണ്ടായിട്ടുണ്ടാവാം. സിനിമാ മേഖലയിൽ വരുമ്പോൾ കൃതികൾ പറയും, അങ്ങനെ ഗ്യാപ്പുകൾ ഉണ്ടായിട്ടുണ്ടാവാം. ഒരു 67 കൊല്ലത്തോളം ശരിക്കും കുട്ടിക്കാലത്ത് സ്കൂൾ ജീവിതം തൊട്ട് പഠിച്ചു തുടങ്ങി എഴുതി തുടങ്ങിയിട്ടുണ്ട്. 67 കൊല്ലത്തോളം അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്ന് പറയാം. അത്രമാത്രം പുസ്തകങ്ങളൊന്നും ഇല്ലതാണ്, അത്ര അധികം പുസ്തകങ്ങൾ. അതായത് ഒരു ഏകദേശം പല മേഖലകളിലായിട്ട്, നോവലായിട്ടും കഥകളായിട്ടും തിരക്കഥകളായിട്ടും പിന്നെ മറ്റു യാത്രാ വിവരണങ്ങളായിട്ടും ലേഖനങ്ങളായിട്ടും ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തിനെ അനുസ്മരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ അറിയുക, അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ സഞ്ചരിക്കുക, അദ്ദേഹം നമ്മൾക്ക് മുന്നിൽ തുറന്നു വെച്ചിട്ടുള്ള ആ ലോകത്തെ നമ്മൾ തിരിച്ചറിയുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് മാത്രം പറഞ്ഞാൽ ഞാൻ അവിടെ നിർത്തുന്നു. ഒപ്പം ഈ അനുസ്മരണ പ്രഭാഷണം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ആകാശം ഈ വാരത്തിൽ 2 പ്രതിഭകളാണ് നമ്മൾ ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ ആധികാരികമായ എല്ലാ അർത്ഥത്തിലും ഹാജരും ഇഷ്ടവുമായിട്ട് സംസാരിച്ചു. ഇതിനെക്കുറിച്ചൊരു പ്രഭാഷണം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും വേദിക്ക് അനുയോജ്യമല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ വഴിയായതുകൊണ്ട് ചെറിയ അവതരിപ്പിച്ചിട്ട്
ഈ പരിപാടിയായി ഞാൻ ഐക്യം പ്രഖ്യാപിക്കുകയാണ്. ഇത് സംഘാടകക്കാരെ നന്ദി പറയും. കുട്ടികളോട് ചെറിയ കൊടുക്കുക പരീക്ഷ എന്നത് കൊടുക്കുക. ഇനിയും പിടിച്ച് കുട്ടിയിട്ട് വളർത്തുന്ന കുട്ടിയുടെ പരീക്ഷാ പേപ്പറിൽ സ്വാതന്ത്ര്യത്തിന്റെ നിർവചനത്തെ കുറിച്ച് ചോദിച്ചു. ഇനിയും പിടിച്ച് കുട്ടിയിട്ട് വളർന്ന കുട്ടിയോട് പരീക്ഷാ പേപ്പറിൽ സ്വാതന്ത്ര്യത്തിന്റെ നിർവചനത്തെ കുറിച്ച് ചോദിച്ചു. അത് വീട്ടിൽ വന്ന് കൂടി തുറന്ന് ഇതിനെ പറത്തി വിട്ടു. പരീക്ഷ വന്നപ്പോൾ അവരുടെ ഉത്തരം ശരിയായിരുന്നു. അതൊരു ചെറിയ പറയാം. മൂന്നാം ക്ലാസ്സിലെ ശ്യാമ ടീച്ചർ പറഞ്ഞത് ഭൂമിക്ക് ഒരു അച്യുതനുണ്ട്. ഞാനും ശാരദാകുട്ടിയും അച്യുതന്റെ കാര്യം 7ാം ക്ലാസ്സിലെത്തി. 7ാം ക്ലാസ്സിലെ വീരാൻകുട്ടി മറ്റു പറഞ്ഞു അച്യുതന് വെറും സാഹിത്യം മാത്രമാണ്. ആ വർഷം ഞാൻ എഴുതി തോറ്റു. ശാരദാകുട്ടി ചേച്ചിയിലേക്ക് ഒരു കാര്യം കൊണ്ട് പറഞ്ഞു, വീരാൻകുട്ടിമാർക്ക് ഇതിലേക്ക് ശ്യാമ ടീച്ചർക്ക് അച്യുതന് പോലെ പറഞ്ഞു നിൽക്കുകയാണ്. എന്ത് സന്തോഷമായി ഞാൻ വേലിയിൽ നിന്നും ഒരു പൂ പറിച്ച് ശാരദാകുട്ടിയുടെ മുന്നിൽ അച്യുതന്റെ പോലെ വളർന്നു. ശാരദാകുട്ടി പറഞ്ഞു അച്യുതന് വെറും സാഹിത്യം മാത്രമാണ്. ഓക്കെ, കളിച്ചു വളർന്ന ഒരു കൂട്ടുകാരൻ കൃഷ്ണൻകുട്ടി അദ്ദേഹം ഇത്രയും വലിയ നല്ലൊരു ആയി വളർന്നു വന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ ഈ വേദിയിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. അതോടൊപ്പം ഈ MDയുടെ നമ്മുടെ മലയാളത്തിൻ്റെ മഹാനായ എഴുത്തുകാരുടെ വേർപാടിൽ ഇപ്പോൾ അദ്ദേഹം ഓർമ്മയായി മാറിയിട്ട് പറയുകയാണ്. MD വാസുദേവൻ നായരെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളെല്ലാവരും വളരെയധികം കേട്ടിട്ടുണ്ടായിരിക്കും. ഞാനും വളരെ ചെറുപ്പത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. എന്നാലും അതൊന്നും കുറേ കാലങ്ങളൊക്കെ പറയുമ്പോൾ കുറേ ഓർമ്മയൊന്നും ഇല്ല. എന്നിരുന്നാൽ തന്നെ ഈ കുട്ടിയടക്കി എന്നുള്ള ഒരു കഥാപാത്രം പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ആ കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മനസ്സിനെ വെച്ചിട്ടുള്ള ഒരു അപ്പോൾ ഇത്രയും നല്ല ഇപ്പോൾ MDയുടെ വലിപ്പം തന്നെ കൂടിയുള്ള ആൾക്കാർ ഈ ഗ്രാമത്തിൽ തന്നെ ഇത്രയും കുറേ ആൾക്കാർ അതിനോടുള്ള സ്നേഹം കൊണ്ട് നിൽക്കുന്ന കാര്യമാണ്. വായനയാണ് ഏറ്റവും വലിയ പ്രധാനം. ഓരോ കഥാപാത്രങ്ങളെയും സൃഷ്ടിച്ചത് കൃഷ്ണൻകുട്ടി പറഞ്ഞ പോലെ അത് ഈ പരിസരത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ സ്വന്തം വ്യക്തികൾ അതൊക്കെയാണ് എഴുത്തുകാരനായി വരുന്നത്. ഇത് ആർക്കും നമ്മൾക്ക് MDയെ പോലെയല്ല. ഇപ്പോൾ MD അതുപോലെ ഒരാൾ വളർന്നു വരില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാവർക്കും എല്ലാവർക്കല്ല നല്ല കഴിവുള്ള കുട്ടികൾക്ക് വായനയിലൂടെ അതിലേക്ക് ഇനി വീണ്ടും ഇതുപോലെയുള്ള കഴിവുകളൊക്കെ രചിക്കാനൊക്കെ ആയിട്ട് സാധിക്കണം. അതൊക്കെ ഏറ്റവും വലിയ കാര്യം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാവിധ ആശംസകളും അധ്യക്ഷൻ വായനശാല പ്രസിഡന്റ് കൂടിയായ GS ഷാബിർ, നമ്മുടെ ഈ അനുശോചന യോഗം ഉദ്ഘാടനം നിർവഹിച്ച PRK എന്ന പൂരിതാനാമത്തിൽ അറിയുന്ന PR കൃഷ്ണൻകുട്ടി, നമ്മുടെ നാട്ടുകാരൻ കൂടിയായ കൃഷ്ണൻകുട്ടി ചേട്ടൻ, വായനശാല സെക്രട്ടറി PB ഷാജൻ, മെമ്പർ സുഗത സുഭാഷ്, കവി VH സെലി, പ്രിയ സുഹൃത്തും സാംസ്കാരിക പ്രവർത്തകരുമായ VS നജീബ്, വായന മത്സരത്തിൽ ജില്ലാ അടിസ്ഥാനത്തിലല്ല താലൂക്ക് അടിസ്ഥാനത്തിൽ വിജയായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അൻഷാദ് അലി, മറ്റു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, നമുക്ക് എല്ലാ ആളുകൾക്കും കേരളത്തിൻ്റെ അഭിമാനമായിരുന്ന MDയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എന്തുകൊണ്ടും അനുയോജ്യമായ വായനശാലയിൽ തന്നെ അതിൻ്റെ ഒരു അനുശോചന യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളത്തെ വായിക്കാൻ പഠിപ്പിച്ച MD, അദ്ദേഹത്തിൻ്റെ അവധികൾ
അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എല്ലാവരും കൃത്യമായി അവതരിപ്പിച്ചു കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ നോവലിന് തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് 4 കെട്ടിന് ലഭിക്കുകയും നേരത്തെ നമ്മുടെ കൃഷ്ണൻകുട്ടിച്ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ആ നോവൽ വരുന്ന സമയത്ത് അത് ശ്രദ്ധിക്കപ്പെടുന്നതിന് ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ തന്നെ ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട ഒരു നോവൽ കൂടിയായിരുന്നു 4 കെട്ട്. അന്ന് അതിൻ്റെ സാമൂഹ്യ പശ്ചാത്തലം, രാഷ്ട്രീയ പശ്ചാത്തലം, പ്രത്യേകിച്ച് കുടുംബ പശ്ചാത്തലം, അദ്ദേഹം എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഒരു യാഥാസ്ഥികമായ നായർ കുടുംബത്തിൽ നിന്നുള്ള MT വാസുദേവൻ നായർ 4 കെട്ട് പോലെയുള്ള ഒരു നോവൽ കേരളത്തിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അന്ന് അനാചാരങ്ങളും ജന്മിത്വവും ഒക്കെ പൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടത്തിലാണ് അങ്ങനെ ഒരു നോവൽ കേരളത്തിൻ്റെ മണ്ണിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അതൊരു പക്ഷേ അന്നത്തെ കാലഘട്ടത്തിലോ അതല്ലെങ്കിൽ പിന്നീടോ അത് മറ്റൊരു പേരിലായിരുന്നു ആ 4 കെട്ട് പുറത്തു വന്നിരുന്നത്. ഉദാഹരണം വൈക്കം മുഹമ്മദ് ബഷീറായിരുന്നു 4 കെട്ട് രചിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ ആ 4 കെട്ട് ഇത്രയും പോപ്പുലർ ആകുമായിരുന്നില്ല. അതെന്തുകൊണ്ടാണ്? ആ കാലഘട്ടത്തിൻ്റെ പ്രസക്തിയാണ്, കുടുംബ പശ്ചാത്തലമാണ്, രാഷ്ട്രീയ പശ്ചാത്തലമാണ്, സാമൂഹ്യ പശ്ചാത്തലമാണ്. അങ്ങനെ കേരളത്തെ കൃത്യമായി വായിക്കാൻ പഠിപ്പിച്ച MT, നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ മാസ്മരികമായിട്ടുള്ള വരികൾ, അദ്ദേഹത്തിൻ്റെ മൂർച്ചയേറിയ വാക്കുകൾ, അതെങ്ങനെ ജനങ്ങളിലേക്ക്, സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രചനകൾ നമുക്ക് വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ. നേരത്തെ സൂചിപ്പിച്ച അദ്ദേഹത്തിൻ്റെ തിരക്കഥ കൂടിയായ ഒരു വടക്കൻ വീരഗാഥ, ആ സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം. വടക്കൻ പാട്ടുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്, നമ്മൾ പരിചയിച്ചിട്ടുള്ളതൊക്കെ എല്ലാ ആളുകളും പാടി നടന്നിട്ടുള്ളത് ചതിയൻ ചന്തു എന്ന കഥാപാത്രമാണ്. എന്നാൽ ആ ചതിയൻ ചന്തുവിന് അപ്രപാളിയിൽ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനം വരുന്ന മൂർച്ചയേറിയ കുറച്ച് വാക്കുകളുണ്ട്. പാണനും എന്താണ് പാടി നടക്കാൻ കഴിയാത്തത് എന്ന് ചോദിച്ച ആ കുറച്ച് വരികളിലൂടെ ചന്തു കേരളത്തിന് ഒരു ഹീറോ ആയി മാറിയെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ വരികളുടെ മാസ്മരികതയാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ മൂർച്ചയാണ്. കാരണം അത് അദ്ദേഹം എഴുതിയ നോവലുകൾ, അദ്ദേഹം തിരക്കഥ എഴുതുമ്പോൾ അതിൽ നിന്നും ഒന്നും ചോരാതെ അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ബെന്യാമിൻ്റെ ആടുജീവിതം പല ആളുകളും വായിച്ചിട്ടുണ്ടാകും, കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ വായിച്ചിട്ടുണ്ടാകും. എന്നാൽ ബെന്യാമിൻ്റെ ആടുജീവിതം വായിച്ച് നമുക്ക് മനസ്സിലായ, നമ്മുടെ ഹൃദയം വേദനിച്ച ആ വേദന, ആ വൈകാരികത, ആ ദുഃഖം ഒരുപക്ഷെ നമ്മൾ പൃഥ്വിരാജിൻ്റെ ആടുജീവിതം സിനിമ കണ്ടപ്പോൾ പല ആളുകൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാകില്ല. അതാണ് അതിൻ്റെ കാരണം. ബെന്യാമിനാണ് ആടുജീവിതം രചിക്കപ്പെട്ടത്. എന്നാൽ അതിൻ്റെ തിരക്കഥ നിർവഹിച്ചിട്ടുള്ളത് ലസ്സിയാണ് അതിൻ്റെ തിരക്കഥ രചിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ വ്യത്യാസമാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്തായാലും നമുക്ക് ഒരുപാട് എഴുത്തുകൾ നമ്മുടെ വായനശാലയുടെ, നമ്മുടെ ഈ മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും നടത്താൻ അനുയോജ്യമായ സ്ഥലം വായനശാലയാണ്. ആ വായനശാല നമ്മുടെ നാടിൻ്റെ ഒരു സ്വത്താണ്. ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇവിടെ അൻഷാദലി പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളായ കുറച്ച് കുട്ടികൾ, സ്റ്റുഡൻറ്റ് ഇവിടെ എത്തിപ്പെട്ടു. അതിനപ്പുറത്തേക്ക് കൗമാരക്കാരോ അതല്ലെങ്കിൽ യുവത്വങ്ങളോ നമ്മുടെ വായനശാലയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പരിപാടി കൊണ്ട് നമുക്കൊരു പുനർവിചിന്തനം ഉണ്ടാകേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് സൂചിപ്പിക്കുകയാണ്. കാരണം ഈ വായനശാലയുടെ ഒരു നല്ല കാലഘട്ടം ചിലപ്പോൾ നമ്മുടെയൊക്കെ കൗമാരത്തോടുകൂടി ഒരു പക്ഷേ കഴിഞ്ഞു പോയിട്ടുണ്ടാകാം. നമ്മളെയൊക്കെ ജീവിതത്തിൽ അതല്ലെങ്കിൽ നമ്മുടെ പൊതുപ്രവർത്തന മേഖലകളിൽ സഭാകമ്പം എന്ന് പറയുന്ന ഒരു 4 പേരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാനും അതല്ലെങ്കിൽ സംസാരിക്കാനും ഒക്കെ
നമുക്ക് എന്നെ പോലുള്ള ആളുകൾക്ക് മദ്രസയോടൊപ്പം വായനശാല അതിന് വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം ഈ സ്റ്റേജിലാണ് നമ്മൾ ഒരുപാട് ആളുകൾ അഭിമുഖീകരിച്ചിട്ടുള്ളത്, നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്, കഥാപ്രസംഗങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അന്നൊക്കെ വായനശാല സജീവമായിരുന്നു. എല്ലാ വർഷവും പരിപാടികളുണ്ടാവും, മത്സരമായിരുന്നു. എല്ലാ തലങ്ങളിലും നാടകമായാലും ഒപ്പനയായാലും മിമിക്രി ആയാലും എഴുത്തുകളായാലും രചനകളായാലും ക്വിസ് മത്സരങ്ങളായാലും അങ്ങനെ എല്ലാ വർഷവും ആഘോഷം പോലെ നമ്മുടെ വായനശാല ഓർമ്മ ഒരു ഓവറോൾ ട്രോഫി തന്നെ വായനശാല നാടകത്തിന് ഏറ്റവും 3 വർഷം തുടർച്ചയായി ഒന്നാം സ്ഥാനത്ത് എത്തുന്ന ടീമിന് സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു ട്രോഫി നമ്മുടെ വായനശാലയിൽ ഉണ്ടായിരുന്നു. അത് 3 വർഷവും വിജയിച്ച ട്രോഫി നേടിയത് ഞാനും നജീബും ഒക്കെ ഉൾപ്പെടെയുള്ള ടീമാണ്. അത് ഞങ്ങൾ വായനശാലയ്ക്ക് തന്നെ അന്ന് സംഭാവന കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ മെസ്സി കപ്പ് ടീമിലേക്ക് ഇറങ്ങുന്നത് പോലെ ഞങ്ങൾ 10 പേര് 9 പേര് ടീമിലുണ്ടായിരുന്നു. 9 പേര് ഓരോ ദിവസം വീട്ടിൽ വെച്ച് അവസാനം വായനശാലയ്ക്ക് തന്നെ തിരിച്ചു കുറെ കാലം മുമ്പ് വരെ ഉള്ളിലുണ്ടായിരുന്നു. ഇപ്പോൾ അറിയില്ല. അങ്ങനെ നമ്മുടെ വായനശാല സജീവമായിരുന്നു. നമ്മുടെ നാട്ടുകാരൻ കൂടിയായ വരപ്പാട്ടുകാരൻ കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ മുതൽ പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റ് വരെയുള്ള പുസ്തകങ്ങളുടെ ശേഖരം നമ്മുടെ വായനശാലയിലുണ്ട്. ഇന്നത് എത്ര പേര് എടുക്കുന്നുണ്ട്, എത്ര പേര് വായിക്കുന്നുണ്ട്, എത്ര കുട്ടികൾക്ക് വായനാശീലമുണ്ട് എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു നാടിന്റെ ഒരു ആവശ്യമാണ് വായനാശീലം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു അനുസ്മരണ നമ്മുടെ യോഗം നമ്മുടെ വായനശാലയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് കൂടിയുള്ള ഒരു നിമിത്തമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് MTയുടെ ഈ യോഗത്തിൽ അതീവ ദുഃഖത്തോടെയുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഉദ്ഘാടകൻ TRK യോഗാധ്യക്ഷൻ ഷാജർ, വേദിയിലും സദസ്സിലുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാനും വേഗം നിർത്താം. പൊതുവിലിപ്പോൾ ഒരു 50-60 സദസ്സാണെങ്കിൽ ഇന്ന് ഈ ചാനൽ ഗ്രൂപ്പിൽ ഇത് ഫോർവേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷാജൻ ഒരു 5-6 ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്യുമ്പോൾ ഒരു 5000 പേരിലേക്ക് എത്തുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനും MTയെ കുറിച്ച് എൻ്റെ മുൻ ക്ലാസ്സിൽ പറഞ്ഞത് ചിലപ്പോൾ റിപ്പീറ്റേഷൻ ആയിരിക്കും. 4 കെട്ട് വായിച്ചു കഴിഞ്ഞാൽ ഒരു സദ്യ ഉണ്ട ഫീലാണ് നമുക്ക് എവർക്കുണ്ട്. അതായത് സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ട MT 2 അക്ഷരം നമ്മുടെ മലയാളികളുടെ മനസ്സിലുണ്ടെങ്കിലും 4 കെട്ട് തന്നെയാണ് നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കുന്ന MTയുടെ നോവൽ. അതുപോലെ ആരും കൈവയ്ക്കാത്ത സർക്കസ് സ്ത്രീകളെ കുറിച്ച് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ സർക്കസിൽ സ്ത്രീ അനുഭവപ്പെടുന്ന പ്രയാസം എഴുതിയിട്ടുള്ള വളർത്തുമൃഗങ്ങൾ, അതിൻ്റെ ലക്ഷ്മിയുടെ ആ നോവല് വളർത്തുമൃഗങ്ങൾ ഇവിടുത്തെ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഫയലുണ്ടാവും. അതായത് ഏറ്റവും അടിത്തട്ടുന്നുള്ള ആളുകളെ അല്ലെങ്കിൽ സ്ത്രീകളുടെ വിവിധ വിഷമങ്ങൾ ആരും കൈകാര്യാത്ത മേഖലകളിൽ അന്ന് വായനാശീലത്തിലൂടെ വളർത്താൻ MTക്ക് സാധിച്ചിട്ടുണ്ട്. അവർ മാതൃഭൂമിയിൽ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ ആരുമില്ല എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എഴുത്ത് നിർത്തി താഴെയുള്ളവരെ കൊണ്ട് എഴുതിപ്പിച്ച് അടിയിൽ നിന്നുള്ളവരെ പ്രമോഷൻ കൊടുക്കുന്ന ആ ഒരു നേരത്തെ പറഞ്ഞ സംസാരം കാര്യങ്ങളും കുറവാണെങ്കിലും പ്രവൃത്തി പദങ്ങളിൽ ഉന്നതനായി ജീവിച്ച ആളാണ് MT. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. ഇനിയും പ്രസംഗിക്കാൻ ആളുകളുണ്ട്. ഞാൻ നിർത്താണ്. എന്നെ കേട്ട നിങ്ങളോട് നന്ദി അറിയിക്കുന്നു. നമസ്കാരം. വായനശാലയെ സംബന്ധിച്ച് പറയുമ്പോൾ കുട്ടികളെ കുറിച്ച് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് എനിക്ക് നോവൽ കഴിക്കുന്നത്. കിക്കോടിയൻ്റെ ചുവന്ന കടൽ എന്നാണ് ആ നോവലിലേക്ക് പേര്. സ്കൂളിൽ പുസ്തകം വിതരണം ചെയ്യാറുണ്ട്. അങ്ങനെ കിട്ടിയ ഒരു പുസ്തകമാണ് അത്. നമ്മുടെ പറങ്കികളോട് വരികയും അവരോട് സാമൂഹികയും കുഞ്ഞാതിമക്കാരും ചെയ്യുന്ന യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന നോവലാണ്. വളരെ മനോഹരമായിരുന്ന നോവലാണ്. അവിടെ നിന്നാണ് എൻ്റെ വായനയുടെ തുടക്കം. പിന്നീട് ഡിറ്റക്റ്റീവ് നോവൽ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നീലകണ്ഠൻ പരമാര, കോട്ടയം പത്മനാഭൻ, ജെയിംസ് റാണിച്ചേഴ്സ്, അഗതാ ക്രിസ്റ്റി, ഷെർലക് ഹോംസ് കേട്ടിട്ടുണ്ടോ അല്ലേ? ഷെർലക് ഹോംസ്. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ചെറുപ്പത്തിലുള്ള വായനയുടെ ഒരു സ്വഭാവം. അതിനുശേഷം ഞങ്ങളന്ന് ചുണ്ടികളുടെ 3 ലൈബ്രറികളിലൊക്കെയാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത്. ചുമ്പൂർ വായനശാലയുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറയുന്നു കൃഷ്ണകുട്ടിയായിരുന്നു, ഊരൻ വായനശാല, ചേർപ്പ് വായനശാല.
3 വായനശാലകളിൽ മെമ്പർഷിപ്പ് എടുത്ത് ഇത്തരം പുസ്തകങ്ങൾ തേടി പിടിച്ച് വായിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇനി വായനശാലയിൽ പുസ്തകം ഇല്ല എന്ന് കരുതുക. വായനശാലയിൽ പുസ്തകം ഇല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരൻ്റെ വീട്ടിൽ പുസ്തകം ഉണ്ടാവും, നടന്നു പോയി അത് വാങ്ങിച്ചു വായിക്കും. അങ്ങനെ ഒരിക്കൽ പഴഞ്ഞാട്ടുമുള്ളിലുള്ള സുഹൃത്തിൻ്റെ വീട്ടിൽ ഞാൻ ചെല്ലുകയുണ്ടായി. ഒരു പുസ്തകം വാങ്ങിക്കാൻ വേണ്ടി ചെന്നതാണ്. അവിടെ ചെന്നപ്പോൾ ആ പുസ്തകം അത് കോട്ടയം കൃഷ്ണനാഥിൻ്റെ ചുവന്ന മനുഷ്യൻ എന്ന് പറയുന്നത് ഡിറ്റക്റ്റീവ് പോലെ രക്ഷ പോയത് കിട്ടിയില്ല. അപ്പോൾ സുഹൃത്തിൻ്റെ ചേച്ചി പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള നോവലുണ്ട്, ഇതും കൂടി വായിച്ചു നോക്കും, ഇതൊന്നും നോവലിന് നല്ല പുസ്തകമാണ്, വായിക്കാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് തന്ന പുസ്തകമാണ് MTയുടെ പാതിരാവും പകൽ വെളിച്ചം. ഞാൻ വീട്ടിൽ വന്ന് ആ പുസ്തകം വായിച്ചു. അപ്പോൾ അങ്ങനെ ഡിറ്റക്റ്റീവിൽ കിടന്ന് പുസ്തകിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആ പുസ്തകം വായിച്ചതോടെ ജീവിതത്തിൽ മറ്റ് ചില മേഖലകൾ, സമൂഹം, കുടുംബം, പ്രണയം, കലഹം, മരണം, ആത്മഹത്യ, 300 കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് വന്നു. ഒരു സാമൂഹിക അവബോധം ഉണ്ടാവാം. അതിനുശേഷം MTയുടെ എല്ലാ നോവലുകളും വാരണാസി വരെ വായിച്ചു തീർത്തുള്ളതാണ്. അപ്പോൾ നാലുകെട്ട്, മഞ്ഞ് തുടങ്ങിയില്ല. അങ്ങനെ അപ്പോൾ നിങ്ങൾ എല്ലാവരും MTയെ പറ്റി പറഞ്ഞതുകൊണ്ട് ഞാൻ കുട്ടികളോട് ഒറ്റ ചോദ്യം, നിങ്ങൾ അവിടെ വായനശീലം ഇല്ലാത്തതാണ് പ്രശ്നമെന്നുള്ളത്. അറേബ്യൻ കഥകൾ വായിച്ചില്ല, 1100 വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളത് വായിക്കണം. അറേബ്യൻ കഥകളി അത് കുട്ടികൾക്ക് അത് കിട്ടും വായിക്കാൻ പറ്റും. അത് വായിച്ചാൽ തന്നെ ഈ പുസ്തകം വായിക്കുന്നതിൻ്റെ ഒരു സുഖം നമുക്ക് മനസ്സിലാക്കും. മനുഷ്യന്റെ മനസ്സിനെ ഒരുപാട് വായിച്ച് ലളിതമാക്കാനും ആർദ്രമാക്കാനും കഴിയുന്ന ഒന്നാണ് വായന. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ 1001 Nights of Arabia. അതിനകത്ത് അതിനൊരു ചെറിയ ചുരുക്കം പറയാം. ഈ പുസ്തകം കഥകളുടെ കലവറയാണ്. 2 രാജാക്കന്മാർ ചേർന്നന്മാരാണ്. ഈ 2 രാജാക്കന്മാർ 2 സ്ഥലത്താണ്, 2 രാജ്യങ്ങളാണ് ഭരിക്കുന്നത്. ഒരു നാൾ ചേട്ടൻ രാജാവും അനിയൻ രാജാവിനെ സ്വന്തം കൊട്ടാരത്തിലേക്ക് വിളിക്കാം. കഥയുടെ തുടക്കം അങ്ങനെയാണ്. ആ കൊട്ടാരത്തിലേക്ക് വിളിക്കുമ്പോൾ അയാൾ വരുന്ന സമയത്ത് നമ്മുടെ അനിയൻ രാജാവ് എല്ലാ സാധനമെടുത്ത് ചേട്ടനെടുത്തേക്ക് വരുന്നതിനിടെ കുറേ സാധനങ്ങൾ എടുക്കുക, ചേട്ടൻ കൊടുക്കുന്ന സമ്മാനപ്പൊതി എടുക്കാൻ പറഞ്ഞു. ഈ സമ്മാനപ്പൊതി എടുക്കുന്നതിന് വേണ്ടി ഈ രാജാവ് വീണ്ടും അയാളുടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോൾ പരിവാരങ്ങളൊന്നും അയാളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അയാൾ തനിച്ചാണ് പോയത്. തനിച്ച് അവിടെ ചെല്ലുമ്പോൾ അയാൾ കണ്ട കാഴ്ച തൻ്റെ പത്നി വേലക്കാരുമായി ലഭിക്കുന്ന കാഴ്ചയാണ് അയാളുടെ ബെഡ്റൂം. ഇത് കണ്ടതോടുകൂടെ അയാൾ ആകെ ഭീഷണനായി തീരുന്നു. തിരിച്ച് അയാൾ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് വന്നു. ജ്യേഷ്ഠനോടൊപ്പം ഭയങ്കര ദുഃഖിതനായി കഴിഞ്ഞുപോകും. ചേട്ടൻ ചോദിക്കുന്നു, എന്താ നിന്റെ പ്രശ്നം? ഇയാൾ പറയുന്നില്ല. അവസാനം ചേട്ടൻ വിചാരിച്ചു ഒരു നായാട്ടിന് ഇയാളെ കൊണ്ടുപോയാലും. അങ്ങനെ നായാട്ടിന് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അപ്പോഴും അയാൾ പറഞ്ഞു, എനിക്ക് താല്പര്യം, ഞാൻ വരുന്നില്ല. ചേട്ടൻ പോയി. ഈ സമയത്ത് ചേട്ടൻ്റെ കൊട്ടാരത്തിൽ ഈ ആൾ താമസിക്കുന്ന സമയത്ത് ഇതാ അയാൾ അയാളുടെ മട്ടുപാവിൽ നിന്ന് നോക്കുമ്പോൾ ഈ ചേട്ടൻ്റെ ഭാര്യ രാത്രി അടിമകളുമായിട്ട് കുളിക്കുന്ന പുള്ളി അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്താം. ഇത് കണ്ടുകൂടെ അനുജൻ സമാധാനം. കാരണം ഞാൻ മാത്രമല്ലോ ചേട്ടനും അനുഭവിക്കുന്നത്. ചേട്ടൻ വന്നപ്പോൾ ഇയാൾ സന്തോഷിച്ച് കാണാണ്. അനുജൻ കുറച്ച് സന്തോഷം, എന്താ നിന്റെ പ്രശ്നം, ഇങ്ങനെ മാറി. അയാൾ പറഞ്ഞില്ല. അവസരം നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട്. അയാൾ പറഞ്ഞു, ഞാൻ കണ്ടാലത് വിശ്വസിക്കില്ല, കണ്ടാലത് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു. അവസാനം അനുജൻ പറഞ്ഞു കൊടുക്കാം. പറഞ്ഞു കൊടുക്കും, ഇവര് ഒരു ഐഡിയ ഉണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം. നായാട്ടിനെന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിൽ പോവാം, എന്നിട്ട് ഇവിടെ തന്നെ പതുങ്ങി എവിടെ ഇരിക്കാം, എന്നിട്ട് നോക്കാം. അതുപോലെ തന്നെ അവരങ്ങനെ പതുങ്ങിയിരുന്നു. ഈ സംഭവങ്ങൾ അവർ മസൂദ് എന്ന് പറഞ്ഞിട്ട് രാത്രി വിളിക്കുന്നു, അടിമൾ ചെല്ലുന്നു, ജലക്രീഡകൾ ഇതൊക്കെ കണ്ടപ്പോൾ അന്ന് മുതൽ ഈ രാജാവ് എന്ത് ചെയ്തു? സ്ത്രീകളെ കൊല്ലാൻ തുടങ്ങി. ചേട്ടൻ രാജാവ്, അയാളുടെ പേര് ഷഹരിയാണ്. ഷഹരിയാൽ നാട്ടിലുള്ള കന്യകമാർ അയാളുടെ ഇവിടെ എത്തിക്കണം, അന്തപുരത്തിൽ എത്തിക്കണം. അങ്ങനെ മന്ത്രിയിൽ നാട്ടിലുള്ള എല്ലാ കന്യകമാരും അവസാനിച്ചു. അവസാനം മന്ത്രിയുടെ മകൾ മാത്രം ഷഹർസാദ് എന്നാണ് ആ കുട്ടിയുടെ. ഷഹർസാദ് പിന്നെ എങ്ങനെ അച്ഛൻ കൊണ്ടുപോകും മന്ത്രി? ഷഹർസാദിനോട് ഇവരെ പറഞ്ഞു. ഷഹർസാദിനോട് ഇപ്പോൾ ഞാൻ പോവാം അച്ഛൻ പറഞ്ഞിട്ട് അവർ തയ്യാറാകും. അപ്പോൾ അയാൾ മനസ്സ് വരുന്നില്ല. അവസാനം ഈ ഷഹർസാദ് തന്നെ വളരെ നിർബന്ധിച്ച് ഞാൻ പോയേക്കാമെന്ന്. അങ്ങനെ പോയി
കൊട്ടാരത്തിൽ കൊന്നു. രാത്രിയായി ഇയാൾ കന്യാകാലത്തിൽ ഗവർണർക്ക് അത് കഴിഞ്ഞാൽ നേരം വിളിച്ചപ്പോൾ കൊന്നുകൾ. ഇതാണ് അവരുടെ സ്വഭാവം. ഈ രാത്രി സമയത്ത് ഷെഹർസാദ് അവരുടെ കന്യാകാലത്തുള്ള ഗവർണറുടെ രാജാവ്. അതിനുശേഷം ഷെഹർസാദ് ഇയാൾ ഉറങ്ങിയിട്ടില്ല, അവർ കഥ പറയാൻ ആരംഭിക്കുകയാണ്. ആ കഥകൾ പറഞ്ഞു തുടങ്ങിയിട്ട് ഇയാൾക്ക് ഉറക്കം. ആ കഥകളാണ് അറേബ്യൻ കഥ. അതിലത്തെ കഥകളാണ് അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്താ പറഞ്ഞു കേട്ടില്ലേ കഥകൾ. പിന്നെന്താ മുക്കുവനും ഭൂതവും, ആലിബാബയും 41 കള്ളന്മാരും, ഈ വക കഥകളൊക്കെ അതിനകത്താണ്. ഞാനിവിടുത്തു ഒന്നുമില്ല, എൻ്റെ ശബ്ദം ശരിയാവുന്നില്ല, ശരിയാവുന്നില്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ ആ കഥകള് അങ്ങനെ 1001 രാത്രികൾ കഥ പറഞ്ഞു. 3 വർഷത്തോളം ഇവരോടൊപ്പം താമസിച്ചു. അതിനിടെയാളുടെ മനസ്സ് ആണ്ടമാകുന്നു, കുട്ടികളുണ്ടാകുന്നു, ഒരു സമൂഹം മുഴുവൻ രക്ഷപ്പെടുന്നു. കഥകളിലൂടെ രക്ഷപ്പെട്ട ആ കഥകളാണ് അതിമനോഹരമായ കഥ. അപ്പോൾ ദയവായി നിങ്ങൾ 1001 രാവുകൾ എടുത്തു വായിക്കുക. പിന്നെ ഇവിടെ ഉണ്ടല്ലോ കൊടുക്കുക. ഞാൻ പിടിക്കുക. ഇനി നമ്മുടെ അപ്പോൾ അത് വായിക്കാം. അതിനെപ്പറ്റി ഇതുപോലത്തെ കഥകൾ വായിച്ചിട്ടാണ് കൃഷ്ണൻകുട്ടിയായാലും പിന്നെ സലീമായാലും ഗിരാറൊക്കെ എഴുത്തുകാരൊക്കെ ആയിത്തീരുന്നത്. സലീമിന്റെ ചില കവിതകളൊക്കെ അവർ പറഞ്ഞില്ല. ആ ഫാസിസം എന്ന് പറഞ്ഞ കവിത നല്ല കവിതയായിരുന്നു. ഫാസിസം എന്ന് ചിലമോ ഉണ്ടാവേ ഫാസിസത്തിനെതിരെ ആമുഖം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത് ഭർത്താവ്. ഭാര്യ ചോദിച്ചു, എന്താണ് ഫാസിസം? അയാൾ പേന കത്തിയായി നീട്ടിപ്പിടിച്ചുകൊണ്ട് വന്നു. മിണ്ടിപ്പോകരുത്, നിന്റെ ജോലി അടുക്കളയിൽ മാത്രം. ഭാര്യ പറഞ്ഞു, ഓ ഇതാണ് ഫാസിസം. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കവിത. പിന്നെ കൃഷ്ണൻകുട്ടിയുടെ നിരാമയ രാധ അല്ലേ, അതിനകത്ത് പിന്നെ ഒരു കവിതയുണ്ട്, ഒറ്റയാൻ, കഥയുണ്ട്, ഒറ്റയാൻ എന്ന് പറഞ്ഞൊരു കഥ. നല്ല കഥയാണ്. ഇവിടെ അതുകൊണ്ട് പിന്നെ നമ്മുടെ ബിലാലിൻ്റെ കഥകൾ ഇതൊക്കെ അടിപൊളി കഥകളാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വായനശാലയിലേക്ക് കടന്നു വരിക. വായനശാലയിൽ കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരോട് സാഹിത്യകാരന്മാരോട് നേരിട്ട് സംസാരിക്കാം. എന്താണ് അവർ എഴുതി വെക്കുന്നത്? അതിനൊരു മീഡിയേറ്ററിൻ്റെ ആവശ്യമില്ല, ഇടനിലക്കാരൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് എല്ലാ കാര്യവും നേരിട്ട് നിങ്ങൾക്ക് കാസ്റ്റിംഗ് ഫാഷൻ വായിക്കാതിരിക്കാം. അത് അംബേദ്കറിൻ്റെ ജാതി ഉന്മൂലനം എന്ന പുസ്തകമാണ്. മറ്റാരും പറയേണ്ട, നിങ്ങൾക്ക് നേരിട്ട് നോക്കാം. പിന്നെ ഒരു പുസ്തകം ഗാന്ധിയുടെ മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. ആ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ ഗാന്ധിയോടാണ് സംസാരിക്കുന്നത്. നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യ വായിക്കുകയാണെങ്കിൽ നിങ്ങൾ നെഹ്റുവിനോടാണ് സംസാരിക്കുന്നത്. മറ്റാരെയും ആശ്രയിക്കാതെ നേരിട്ട് അവരോട് സംസാരിക്കാൻ പറ്റുന്നതാണ് ഇത്തരം കാര്യങ്ങൾ എന്ന് പറയാം. അപ്പം അതുകൊണ്ട് നേരിട്ട് നോക്കൂ. അങ്ങനെ ഈ സാഹിത്യകാരന്മാരും ചിന്തകന്മാരും എഴുത്തുകാരും സമൂഹത്തിൽ ചരിത്രത്തിന് മുൻപേ നടക്കുന്നവരാണ്. അവർ ഇന്ന് എഴുതി വയ്ക്കുന്ന ഒരു കാര്യമാണ് നാളത്തെ ചരിത്രമാകുന്നത്, നാളത്തെ സംസ്കാരമാകുന്നത്, മറ്റെന്തുമാകുന്നത്. നമ്മൾ നോക്കൂ, ഫ്രഞ്ച് വിപ്ലവം 1789 തമിഴ് വിപ്ലവം. ആ വിപ്ലവത്തിന് മുൻപ് അവിടെ റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ തുടങ്ങിയ ആൾക്കാർ, ചിന്തകന്മാർ, അവരുടെ ആശയങ്ങൾ, വാചകങ്ങൾ ഇതൊക്കെ വളരെ സജീവമായിട്ട് ആ സമൂഹത്തിലുണ്ടായിരുന്നു. വോൾട്ടയറിന്റെ ഒരു പ്രസിദ്ധമായ വാചകമുണ്ട്, ജനാധിപത്യത്തെ പറ്റി അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല വാചകങ്ങളൊന്ന്, നിങ്ങൾ പറയുന്ന ആശയത്തോട് ഞാൻ പരിപൂർണമായും വിയോജിക്കുന്നു, പക്ഷെ നിങ്ങൾക്കത് പറയാനുള്ള അവകാശത്തെ ഞാൻ എൻ്റെ ജീവൻ ബലി കൊടുത്തും സംരക്ഷിക്കും. ജനാധിപത്യത്തിന് ഇത്രയും നല്ല ഡെഫിനിഷൻ ധാരാളം കിട്ടും. പിന്നെ നമ്മുടെ റൂസോ പറഞ്ഞ വാചകം എന്താണ്? മനുഷ്യൻ സ്വതന്ത്രനായി ചിന്തിക്കുന്നു, അവൻ എവിടെയും ചങ്ങലയിലാണ്. ഇത്തരം വാചകങ്ങളും ഇത്തരം ആശയങ്ങളാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അടിസ്ഥാന ശരിയായി മാറിയത്. അങ്ങനെ ഫ്രഞ്ച് വിപ്ലവം സംഭവിക്കുന്നു. അതുപോലെ തന്നെ യൂറോപ്യൻ നവോത്ഥാനം നടക്കുന്നുണ്ട്. ദാന്തെയുടെ ഡിവൈൻ കോമഡി എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം വളരെ പിന്നെ ഈ അതുവരെ ഉണ്ടായിരുന്ന ക്രിസ്തുമതത്തിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ അതിനകത്ത് വിവരിച്ചിട്ട് സ്വർഗം 3 ദിവസത്തെ യാത്രയാണ്. അവിടെ അതിനെ തകർത്തത്. അതിനുശേഷമാണ് യൂറോപ്യൻ നവോത്ഥാനം, പിന്നെ നമ്മുടെ ബൈബിളാവട്ടെ, ഖുറാനാവട്ടെ, ഇതൊക്കെ ഈസി ആയിട്ട് വായിക്കാവുന്ന പ്രശ്നമുള്ളൂ. ഞാനൊരു ഇപ്പോൾ ഖുറാൻ പലരും ഖുറാൻ വായിക്കാൻ ഭയങ്കര പ്രശ്നമാണ്. എനിക്കങ്ങനെ തോന്നി. ആദ്യം എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു, പലരും പറഞ്ഞിട്ട് വായിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു 27 വർഷം മുൻപ്
നൂറുൽ യക്കീൻ എന്ന് പറയുന്ന ഒരു പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടി. മുഹമ്മദ് ഡൂറിബക് എന്ന് പറയുന്ന ഒരാൾ എഴുതിയിട്ടുള്ളതാണ്. ഈജിപ്ഷ്യൻ പണ്ഡിതനാണ്, ചരിത്ര പണ്ഡിതനാണ്. അത് ഇവിടുത്തെ അഫ്സലുൽ ഉലമ പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ട്, റെഫറൻസ് ഗ്രന്ഥമാണ്. അത് പഠിച്ചിട്ട് വേണം ഈ പരീക്ഷ എഴുതാനായിട്ട്. നമ്മുടെ മദനിയൊക്കെ പഠിച്ചിട്ടുള്ള അയക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും മദനിയാണോ എന്ന് എനിക്കറിയില്ല. ആ നൂറുൽ യക്കീൻ നബിയുടെ ചരിത്രമാണ്. ആ ചരിത്രം വായിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഖുർആൻ എടുത്ത് വായിച്ചു. അപ്പോൾ ഒരു ധാരണ. പിന്നെ അതിനുശേഷം അത് തപ്പിപ്പിടി വായിക്കാൻ തുടങ്ങിയപ്പോൾ KT സുകുമാർ 25 പുസ്തകം, മാർട്ടിൻ ലിങ്സ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. അതൊരു യൂറോപ്യൻ പണ്ഡിതനാണ്. അയാൾ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളതാണ്. ആ പുസ്തകം മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്ത് വായിച്ചതിന് ശേഷം ഖുർആനിലേക്ക് പോകും. പിന്നെ ഡോക്ടർ T ജലീലും എഴുതിയിട്ടുള്ള അറേബ്യൻ ചരിത്രം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതൊക്കെ എടുത്ത് വായിച്ചതിന് ശേഷം നിങ്ങൾ ഖുർആനിലേക്ക് പോയിപ്പോഴും അത് ഈസിയായിട്ട് മനസ്സിലാവും. ഖുർആന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അത് ക്രോണോളജിക്കൽ ഓർഡറിലുള്ള എഴുതിയിട്ടുണ്ട്. ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ അതിനോട് ലിങ്ക്ഡ് ആണ്. അത് വേറെ ഒരു ഭാഗം. ഓരോ ആശയങ്ങളും കുറേ തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിന്റെ പ്രശ്നമുള്ളത്. ഈ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് മാറും, വായിക്കാൻ പറ്റും. ബൈബിളൊക്കെ തന്നെ, ഈ ബൈബിളും പഴയ നിയമവും പുതിയ നിയമവും ഉണ്ട്. പഴയ നിയമം പുതിയ നിയമം തമ്മിലുള്ള വ്യത്യാസം പോലും പറയാൻ കഴിയില്ല. അത് വലിയ കാര്യമില്ല. ഈ വന്നിട്ടുള്ളത് പഴയ നിയമം ജൂതന്മാരും പിന്തുടർന്ന ഒന്നാണ്. ആ ജൂത നിയമങ്ങൾ പിന്തുടർന്നതിന് ശേഷം ക്രിസ്തു വന്നിട്ട് ക്രിസ്തുവിന്റെ കാര്യം ആശയം പറയാണ്. ആ ആശയം വരുന്നത് 4 പേര് സുവിശേഷം എഴുതിയിട്ടുണ്ട്. മാർക്കോസ്, മത്തായി, ലൂക്കോസ്, യോഹന്നാൻ. ഈ 4 പേരും ക്രിസ്തുവിന്റെ ജീവിതം മാത്രമാണ് പറയുന്നത്. ആ ഒരാൾ പറയുന്നത് ഒരു 45 പേജ് വരുള്ളൂ. പക്ഷെ 4 പേരും ക്രിസ്തുവിന്റെ ജീവിതം പറയുമ്പോൾ 4 തട്ടിൽ പറഞ്ഞു എന്ന് മാത്രമേ. അപ്പൊ ഇത് വായിച്ചതിന് ശേഷം നേരെ പഴയ നിയമത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു നോവൽ വായിക്കുന്ന ലാഘവത്തോടുകൂടി നിങ്ങൾക്ക് അത് വായിച്ചു തീർക്കാവുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ പുസ്തകങ്ങളും ഇതുപോലെയാണ് പിന്നെ വായിക്കാൻ സാധിക്കും. ഞാൻ പിന്നെ നമ്മുടെ ഈ എംറ്റിലേക്ക് വരുമ്പോൾ നിർമ്മാല്യം എന്ന് പറയുന്ന സെമിനാറിൽ കണ്ടിട്ടുണ്ടോ? നിർമ്മാല്യം കണ്ടല്ലേ? ഇല്ല, നിർമ്മാല്യം എനിക്ക് പറഞ്ഞു പറയാൻ. പക്ഷെ അതിൻ്റെ ഒരു ക്രാഫ്റ്റ് ഭയങ്കരമായിട്ടുള്ള ക്രാഫ്റ്റാണ്. അതിനകത്ത് വെളിച്ചപ്പാട് ഭയങ്കര ദാരിദ്ര്യത്തിലാണ്, കുടുംബം ഭയങ്കര ദാരിദ്ര്യത്തിലാണ്. എന്താണ് പ്രശ്നം? അയാളുടെ 4 മക്കളുണ്ട്. 3 പെൺകുട്ടി, 1 ആൺകുട്ടി, ഭാര്യ, അയാളുടെ തന്നെ അച്ഛൻ, കോമർ. ഇവര് വളരെ ബുദ്ധിമുട്ടിൽ കഴിഞ്ഞുകൂടുകയാണ്. 1973 ആ ചിത്രം വരുന്നത്. ആ ചിത്രത്തിന് നമ്മുടെ ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. സ്വർണ്ണമാല കൊണ്ടുവന്നു. നല്ല നടനുള്ള ബീറ്റാനയുടെ അവാർഡ് കിട്ടി. ഇത്തരം ഒരു പുസ്തകമാണ്. അത് പിന്നെ നോക്കുമ്പോൾ ഈ കോമരത്തിന് ജീവിക്കാൻ മാർഗമില്ലാത്ത അവസ്ഥ വന്നു. അദ്ദേഹം സ്വന്തം സഞ്ചി എടുത്തിട്ട് ഞാൻ ഈ നാട്ടിൻ്റെ കോമരമല്ലേ, ഒന്ന് പോയിട്ട് നാട്ടുകാരെ എന്തെങ്കിലും കിട്ടും ചേർത്ത് ചെല്ലുമ്പോൾ ഭിക്ഷാടനം പോലെ തീരാണ് ആ പ്രശ്നങ്ങൾ. അപ്പോൾ അയാൾ വളരെ നിരാശനായിട്ട് വരുന്നു. തിരിച്ചു വരുന്നു. ഉത്സവത്തിന് സമയമായി ഇയാൾ കോമരപ്പെടാൻ പോവുകയാണ്. ഈ കോമരപ്പെടാൻ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അയാൾ പണം വാങ്ങിച്ചിട്ടുള്ള ഒരു മൊയ്തുണ്ണിയുണ്ട്. ഈ മൊയ്തുണ്ണിയാണ് സ്വന്തം വീട്ടിലുള്ളത്. അയാളുടെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നത് സ്വന്തം ഭാര്യനെ വിളിക്കുമ്പോൾ മൊയ്തുണ്ണി പുറത്തു വരുന്നു. ഇത് കാണുന്ന ഇയാൾക്കുണ്ടാകുന്ന ക്ഷോഭം. അപ്പോൾ ആ ഭാര്യ പറയുന്നുണ്ട്, നിങ്ങളുടെ ദേവി ഉപാസന നടക്കുമ്പോൾ ഈ വീട്ടിൽ അടുപ്പ് എരിഞ്ഞിരുന്നില്ല. എൻ്റെ മക്കൾ കരഞ്ഞ സമയത്ത് ദേവി കൊണ്ടു തന്നില്ല അരിയും കാശും. ഇത് കേട്ടിട്ടാണ് ഈ മനുഷ്യൻ ഇവിടുന്ന് പോകുന്നത്. അമ്പലത്തിൽ പോയി കൊള്ളുന്നു, വെട്ടുന്നു. അവസാനം ഈ ചാടിക്കിടന്ന് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുന്നു. ആ അകത്ത് പ്രവേശിച്ചിട്ട് ഈ മനുഷ്യൻ ദേവിയുടെ പ്രത്യേകം നിശബ്ദമായി നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു പരിഹാസിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇങ്ങനെ വരുന്നു. പിന്നെ ദേവിയുടെ വിഗ്രഹത്തിലേക്ക് മാലചാർത്തി കളഭം ഒക്കെ അണിച്ചിട്ടുള്ള ദേവിയുടെ വിഗ്രഹത്തിലേക്ക് തുപ്പുകയാണ്. അതിങ്ങനെ ഒളിച്ചിറങ്ങുന്നു. അയാൾ പിന്നെ അവിടെ ഉള്ളിൽ തല വെട്ടി മരിച്ചു വീഴാം. ഇതാണ് സംഭവം. അപ്പം ഇങ്ങനൊരു കാര്യം സംഭവിക്കാൻ അതിന് പുറകിൽ മറ്റൊരു ചരിത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു ചരിത്രമുണ്ട്. ഈ നമ്മുടെ 1947 സ്വാതന്ത്ര്യം കിട്ടി. 57 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നു. ഭൂപരിഷ്കരണ നിയമം, ഇങ്ങനെ കുറേ സാധനങ്ങൾ വരുന്നു. അതിനുശേഷം 70 ഏതാണ് നമ്മുടെ ജമ്മിത്ത നിരോധന നിയമം. ഇതെല്ലാം വന്നതോടുകൂടെ ഈ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു.
അവിടെ നിന്നാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്നാൽ നമ്പൂരിമാർ ഒരുപാട് നല്ലൊരു കാലം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ നിന്നാണ് ഈ കഥ ഞാൻ അധികം കേൾക്കുന്നില്ല, അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവരും വായനശാലയ്ക്ക് വരിക എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. യുദ്ധങ്ങളാണ്, യുദ്ധവിരുദ്ധമായ മനസ്സ് സൂക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു. നമസ്കാരം. 2024 അവസാനിച്ചത് ഒരു വിഷമം. MD 2025 തുടങ്ങുമ്പോഴും ഒരു വിഷമം തന്നെയാണ് വിജയിച്ചത്. ഈ രണ്ട് വ്യക്തികളും സ്വാധീനിക്കാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും. ജയചന്ദ്രൻ MD, കാരണം നമ്മുടെ കാലഘട്ടങ്ങളൊക്കെ സ്വാധീനിച്ചിട്ടുള്ള രണ്ടുപേരാണ് സിനിമയായാലും. അതിലിപ്പോൾ MDനെ കുറിച്ച് പറയുമ്പോൾ പുതിയ കാലം പറയുന്നത് MDയുടെ ആദ്യത്തെ ഒരു രചന പബ്ലിഷ് ആവുന്നത് 15ാമത്തെ വയസ്സിലാണ്, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ലേഖനം. അതിനുശേഷം 21ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു രചനയ്ക്ക് മാതൃക പുരസ്കാരം കിട്ടും. കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് കിട്ടുമ്പോൾ 26 വയസ്സാണ്. അപ്പോൾ നമ്മുടെ 15ലും 25ലും 30ലൊക്കെ നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു, എന്താവശേഷിപ്പിക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. അതൊരു ചോദ്യമാണ്. കാരണം അന്നത്തെ കാലത്ത് ഈ പറയുന്ന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്താണ് അതായത് നേട്ടങ്ങളൊക്കെ നേടുന്നത്. അവസാനം ജ്ഞാനപീഠവും പത്മഭൂഷണും വയലാറും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എല്ലാ അവാർഡുകളും നേടിക്കൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ച മേഖലയിൽ നേടാൻ പറ്റുന്നതിൻ്റെ എല്ലാം അദ്ദേഹം നേടിയിട്ടുണ്ട്. ഒരു മാതൃകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചുള്ളൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരുന്നു, നമുക്കതിനറിയാൻ പറ്റി. ഇനി വരുന്നവർക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ വലിയൊരു അറിവിൻ്റെ ശേഖരം അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലുള്ള മഹാന്മാർ അത് ഉപയോഗിക്കണം. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ അനുസ്മരിക്കുന്ന ചടങ്ങിൽ ഈ സമ്മാനം കിട്ടിയതിൽ വലിയ സന്തോഷം. വായനശാല എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന ബാക്കിയുള്ളവർക്കും നന്ദി. പ്രിയപ്പെട്ട അധ്യക്ഷൻ ഷാഫിദ്, ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത PRK നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കൃഷ്ണൻചേട്ടൻ, അതുപോലെ വേദിയിൽ സദസ്യമുള്ള പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, നമ്മുടെ ഈ ചാനൽ ഗ്രാമീണ വായനശാല നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ അംഗത്തിൽ നിന്നാണ് നമ്മൾ ഈ സാംസ്കാരികമായ രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ള പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായനശാലയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും പരിപാടികൾ. മുമ്പ് ഇവിടെ സംസാരിച്ച മജീദ് പറഞ്ഞതുപോലെ ഞങ്ങളുടെയൊക്കെ ഈ സഭാകമ്പം മാറ്റിയെടുക്കുന്നത് വലിയ പങ്ക് വഹിച്ച ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ വായനശാല. ഈ വായനശാലയുടെ കെട്ടിപ്പടുക്കുന്നതിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച ആളുകളാണ് ഈ പറഞ്ഞ കൃഷ്ണകുട്ടിയമ്മയായാലും സജീവ മാഷായാലും നമ്മളോട് ഇവിടെ പറഞ്ഞു പോയ കിരിക്ക, അതുപോലെ ഒട്ടനവധി നമ്മുടെ ചാനൽ ഗ്രാമത്തിൽ നമ്മുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഈ പറഞ്ഞ ജ്യോതിഭാസ്കർ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ട്. അന്ന് ഞങ്ങൾക്ക് ഒരു അർഹമായിരുന്നത് ഒരു പരിപാടിയുടെ വായനശാല സംഘടിപ്പിക്കുമ്പോൾ എല്ലാ പരിപാടികളിലും കയറി പങ്കെടുത്തു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും കുട്ടികളോട് ഒരു പാട്ട് പാടാനോ അല്ലെങ്കിൽ ഒരു കവിത ചൊല്ലാനോ പറഞ്ഞു അവർക്ക് പക്ഷേ കവിത ചൊല്ലാൻ കഴിയില്ല, അല്ലെങ്കിൽ അവർക്ക് നാണമായിരുന്നു. ഞങ്ങളുടെ കാലത്ത് അങ്ങനെയായിരുന്നില്ല. ഞങ്ങൾ മത്സരിച്ച് പേര് കൊടുക്കും. അവസാന വായനശാല നിർദ്ദേശം വെച്ചു 3 പരിപാടിയിൽ കൂടുതൽ ആരും പേര് തരേണ്ടതില്ല. കാരണം പരിപാടികൾ വയ്ക്കുമ്പോൾ കവിതാപാരായണം, പ്രച്ഛന്ന വേഷം, നാടകം, ലളിതഗാനം, മാപ്പിളപ്പാട്ട് എല്ലാ പരിപാടിക്കും പേര് കൊടുക്കണം. അപ്പോൾ സമയം ഒരുപാട് പോകുമെന്നുള്ളത് കൊണ്ട് നമ്മുടെ വായനശാല നിർദ്ദേശം വെച്ചു 3 പരിപാടിയിൽ കൂടുതൽ ഒരാൾ പങ്കെടുക്കാൻ പാടില്ല. അത്തരത്തിലുള്ള പരിപാടികളിലൂടെ കടന്നു വന്ന ഞങ്ങളുടെയൊക്കെ ബാല്യകാലം ഈ അമ്പലനടയിലായിരുന്നു. എൻ്റെ തറവാട് ഈ കാണുന്ന സതീശ് എൻ്റെ വീട് തൊട്ട് ആശിച്ചിരി വീട് ഒരു സ്ഥലമായിരുന്നു ഞങ്ങളുടെ പഴയ തറവാട്. അപ്പോൾ അന്ന് അത്തരത്തിലുള്ള ആ ഒരു കലാ സാംസ്കാരിക മൂല്യം കിട്ടിയതിലൂടെ നമ്മൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരുപാട് ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചപ്പോൾ 10ാം ക്ലാസ് പാസ്സായി. തുടർന്നുള്ള വിദ്യാഭ്യാസം നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെ എൻ്റെ 10ാം ക്ലാസ് കാലഘട്ടം എന്ന് പറയുന്നത് ഒരു കോളേജ് വിദ്യാഭ്യാസത്തിന് തുല്യമായിരുന്നു. അന്ന് നേരത്തെ സൂചിപ്പിച്ച പോലുള്ള കലാ സാംസ്കാരിക പരിപാടിയായാലും നമ്മുടെ എല്ലാ കാര്യത്തിലും ഉണ്ട്. അപ്പോൾ ഒരു കവിത ഞാൻ ചൊല്ലുമായിരുന്നു, കുഞ്ഞിയടത്തി എന്ന് പറഞ്ഞുകൊണ്ട്. ആ കവിതയിലൂടെ എനിക്ക് സ്കൂൾ കാലഘട്ടത്തിലുണ്ടായ പ്രണയം
ഇവിടെ തന്നെ മകളിരിക്കുന്നുണ്ട്, പറയുന്നില്ല. അത്രയും ഗംഭീരമായിരുന്നു. അത് എനിക്ക് കിട്ടിയത് ഈ വായനശാലയിൽ അന്ന് ചൊല്ലി ഞാൻ നേടിയ ഗ്രേഡോടുകൂടി ഞാൻ ജില്ലാ സംസ്ഥാന തലം വരെ മത്സരിക്കാൻ പോയിട്ടുള്ളത്. കവിത കുഞ്ഞാടി നിസാറിന്റെ കവിത. അപ്പൊ അത്തരത്തിൽ നമ്മളൊക്കെ വായനശാലയിലല്ല, നമ്മുടെ തന്നെ ഭാര്യ പറഞ്ഞു ഞാൻ കളിച്ചിട്ടുണ്ട്, എവിടെ തന്നെ ഞാൻ കളിച്ചു. അപ്പോ അങ്ങനെയുള്ള നമ്മുടെ ആ കലാമൂല്യം നേടിത്തരുന്നതിൽ ഈ വായനശാല വഹിച്ച പങ്ക് വളരെ വലുതാണ്. തുടർന്നും നമ്മളിന്ന് നമ്മുടെ കേരളത്തിന്റെ മഹാനായ എഴുത്തുകാരൻ MD സാറിന്റെ അനുസ്മരണ സമ്മേളനമാണ്. ആ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ച നമ്മുടെ വായനശാല ഭാരവാഹികൾക്ക് എൻ്റെ ഹൃദയം ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ സംസാരം നിർത്തുന്നു. സമയം അതിക്രമിച്ചു എന്നുള്ളതുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത സംസാരിച്ച PRK ചേനം, അധ്യക്ഷൻ വഹിച്ച സെക്രട്ടറി ഷാബിർക്ക, പിന്നെ ഷാജേട്ടൻ, ജ്യോതിയേട്ടൻ, പിന്നെ സജീവൻ, പിന്നെ ജിബ്ക, പിന്നെ വായനാ മത്സരത്തിന് താലൂക്ക് തലം പോയി സെക്കൻഡ് ഇട്ട് വന്ന് പറയുന്നത് അൻഷാദുക്ക, പിന്നെ മജീദുക്ക, സലീമുക്ക, ഇവരോടൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു. വാർഡ് മെമ്പർ സുബിരേച്ചി. പിന്നെ ഇന്നത്തെ പരിപാടിയിൽ ഇത്രയും ആൾക്കാരെ കൂടി വന്നു. അപ്പോ സഹകരിച്ച എല്ലാവർക്കും വായനശാല കമ്മിറ്റിയുടെ പേരിൽ നന്ദി.